ഈ അടുത്ത ദിവസം ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. അതായത് ഒരു തയ്യൽക്കാരിയെ. എൻ്റെ ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഞാൻ അവരെ തിരക്കി അവരെ കടയിൽ ചെന്നപ്പോൾ കട അടഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഞാൻ അവരെ തിരക്കിപ്പോയ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹായ്, ഞാൻ സഫി ടീച്ചർ, ഫോർമർ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് ഡെപ്യൂട്ടി ഡയറക്ടർ റിട്ടയർഡ്. എൻ്റെ ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഞാൻ ഒരു തയ്യൽക്കാരിയെ കാണാൻ പോയി. ചെന്നപ്പോൾ കട അടഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ കട തുറന്നിട്ടില്ല, സുഖമില്ല. അപ്പം ഞാൻ വീണ്ടും സംസാരിച്ചപ്പോൾ അങ്ങനെ നിർബന്ധം അത്യാവശ്യമാണെങ്കിൽ വീട്ടിലേക്ക് വരൂ, വീടടുത്താണ്, വീട്ടിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് തുണിയും എടുത്ത് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴേ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു മുഖച്ഛായ. അങ്ങനെ ഏതായാലും കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഓരോന്നോരോന്നായിട്ട് വിഷമങ്ങൾ പറഞ്ഞു. B.Ed പഠിച്ചതാണ്. ഇപ്പോൾ കുറേ വർഷമായിട്ട് സ്കൂളിലൊന്നും പോകുന്നില്ല. നേരത്തെ സ്കൂളിൽ ടീച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോകുന്നില്ല. പിന്നെ ടച്ചും വിട്ടു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി. അതുകൊണ്ട് ടീച്ചിങ് പ്രൊഫഷൻ വിട്ട് ഇപ്പോൾ തയ്യലാണ്. 2 ജോലിക്കാരെയൊക്കെ വെച്ച് തച്ചിരുന്നതാണ്. ജോലിക്കാരുടെ തയ്യൽ മോശമായതുകൊണ്ട് അവരെ വിട്ടു. ഇപ്പോൾ താനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഷോൾഡർ പെയിൻ കൊണ്ട് അല്പം ഒന്ന് ഡൗൺ ആണ് തയ്യൽ. അങ്ങനെ അപ്പോൾ കടമുറി വാടകയ്ക്ക് എടുത്ത് റോഡ് സൈഡിലായിട്ട് ഒരു നിര കടകളുടെ ഇടയ്ക്കാണ്. അപ്പോൾ അതിൽ ഒന്നാമത് തന്നെ ഒരു കടമുറിയുണ്ട്. ഒരു വളരെ കുടുസായിട്ട് ഒരു ചെറിയ ഒരു ഡോർ മാത്രം വീതിയിൽ അകത്തേക്ക് കയറിപ്പോയാൽ അകത്തല്പ വീതിയുള്ള അതും ഒരു തയ്യൽ കടയാണ്. അതിനടുത്ത് ഇവരുടെ തയ്യൽ കട നല്ല വിശാലമായ തയ്യൽ കട, സെറ്റപ്പും എല്ലാം കൊള്ളാം. തയ്യൽ കടയെന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടതാകെ അതാണ്, മറ്റേ കട കണ്ടതുമില്ല. അങ്ങനെ ഇവർ വന്ന് കട എടുക്കുമ്പോഴേ അവിടെ മറ്റേ തയ്യൽ കടക്കാരിയുമായിട്ട് റൈവൽറി തുടങ്ങി. അവർക്ക് മറ്റേ തയ്യൽ കടക്കാരിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ ഇവർ ഒരു പാവം സ്ത്രീയാണ്, സത്യസന്ധമായിട്ട് വരുന്നവരോടൊക്കെ, തുണിയും കൊണ്ട് വരുന്നവരോടൊക്കെ പറഞ്ഞു, അവരുടെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകണം, എനിക്ക് എൻ്റെ കസ്റ്റമർ മതി. അങ്ങനെ ആരെങ്കിലും തിരക്കി വന്നാൽ അവിടെ ആളില്ലെങ്കിലും വാങ്ങി വെച്ചിരുന്ന് അവർക്ക് അങ്ങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അയ്യോ പാവം സ്ത്രീ. അങ്ങനെ നാളുകൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് കട അവർക്ക് വീട് പണി നടക്കുന്നു. ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ബർഡനായി. വീട് പണിയും നോക്കണം, കടമുറിയുടെ കാര്യങ്ങളും വാടകയും കടയുടെ വാടകയും എല്ലാം കൂടെ അവർക്ക് ബുദ്ധിമുട്ടായപ്പോൾ എന്നാൽ മാറാമെന്ന് കരുതി. അങ്ങനെ കടയുടെ ഓണറോട് സംസാരിച്ചു, അഡ്വാൻസ് തിരിച്ചു കൊടുത്തു. ആ കട അവർ കാര്യമായിട്ട് ഫർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമായ എല്ലാ ഡെക്കറേഷൻസോടു കൂടി, അതായത് വെറുതെ കട്ട കിട്ടിയ ഒരു മുറിയാണ് അവർക്ക് കൊടുത്തത്. അതവർ ക്യാബിനൊക്കെ തിരിച്ചു നല്ല സെറ്റപ്പാക്കി, ഫ്രണ്ടിൽ ഗ്ലാസ് ഡോറും അകത്ത് LED ലൈറ്റുകളും എല്ലാം ഒക്കെ കൊടുത്ത് നല്ല മോഡേൺ ലുക്കിലാക്കി എടുത്തു. ഈ അഡ്വാൻസ് തിരിച്ചു കൊടുത്തതല്ലാതെ ആ കടയുടെ ആ ഫർണിഷിങ്ങിൻ്റെ ഒരു വിഹിതം കൂടി അവർക്ക് ന്യായമായിട്ട് അവർക്ക് കൊടുക്കണ്ടേ? അവരത് അർഹിക്കുന്നില്ലേ? ആ പൈസ അവർക്ക് കൊടുത്തില്ല. അപ്പോൾ അവരെത്രയോ ഒരു 1 ലക്ഷത്തിന് അടുപ്പിച്ചുള്ള തുക അതിൻ്റെ ഫർണിഷിങ്ങിന് അവരവിടെ ചിലവാക്കി. ആ പൈസ കൊടുത്തില്ല. കൊടുക്കാം, പരിഗണിക്കാം, നോക്കാം എന്നൊക്കെ പറഞ്ഞതല്ലാതെ അത് കൊടുത്തില്ല. പകരം ആ തൊട്ടടുത്ത കടമുറിക്കാരിക്ക് ഈ കട കൂടി വാടകയ്ക്ക് അങ്ങ് കൊടുത്തു. അപ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിയില്ല. താക്കോല് വാങ്ങിയ അവരുടെ കയ്യിൽ വേറെ താക്കോൽ ഉണ്ടാവുമല്ലോ, ഓണറുടെ കയ്യിൽ വേറെ താക്കോൽ ഉണ്ടാവും. ഇവരുടെ കയ്യിൽ നിന്ന് ആ താക്കോല് കൈപ്പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ കട മറ്റവർക്ക് കൊടുത്തു. കൂട്ടം വീണു. ഇവരാകെ വിഷമിച്ചിരിക്കുകയാണ്. ഒന്നവർക്ക് വേറൊരു കടമുറി എടുത്ത് ഉടനെ തയ്ക്കാൻ ഉള്ള സാവകാശമില്ല. ഷോൾഡർ പെയിൻ,
വീട് പണി നടക്കുന്നു, വീട് വാടക മാറേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആകെ ട്രബിളിലായ ഒരു ലേഡിയെയാണ് ഞാൻ കണ്ടത്. സത്യത്തിൽ എൻ്റെ മുൻപിൽ അവർ അല്പം കരയുകയും ചെയ്തു. എനിക്കും വിഷമമായി. ഒരു സ്ത്രീ ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നു, അവരൊരു സംരംഭകയാണ്. അങ്ങനെ അവരെ ഞാൻ അല്പം ഉപദേശിച്ചു. ഇപ്പോൾ ദുർഘടം പിടിച്ച സമയമാണ്. ഇത് ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് നിങ്ങളിപ്പം നടന്നു നീങ്ങുന്നത്. ഇവിടെ കല്ലും മുള്ളും ഒക്കെയാണ്. അല്പം ക്ഷമിക്കുക, സാഹചര്യങ്ങൾ മാറി വരും. ഇതൊക്കെ മാറിയിട്ട് എല്ലാ ട്രബിളും കൂടെ ഒത്തായതുകൊണ്ടാണ് ഇത്രയും വിഷമം തോന്നുന്നത്. അതൊക്കെ വീട് പണിയൊക്കെ തീർന്ന് അവിടെ തന്നെ പഠിച്ച അറിവുള്ള തൊഴിൽ മേഖലയിൽ നിന്നുകൊണ്ട്, ഈ തൊഴിൽ ഒരിക്കലും കളയരുത്, ഇതിൽ നിന്നുകൊണ്ട് തുടർന്നും തയ്യൽ ജോലികൾ നടത്തി മുൻപോട്ട് പോകാൻ പരമാവധി പരിശ്രമിക്കണം. അതുപോലെ സ്വന്തമായിട്ട് തയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ശാരീരിക വിഷമങ്ങൾ അല്പമെങ്കിലും ജോലിക്കാരെ വയ്ക്കുക, കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തുക. അതൊക്കെ പുതിയ വീട്ടിലും സെറ്റപ്പിലും ചെല്ലുമ്പോൾ അതെല്ലാം നടക്കും. അതിനുള്ള ഒരു മാനസികമായൊരു തയ്യാറെടുപ്പ് വേണം. തകർന്നു പോകരുത്, തളർന്നു പോകരുത് എന്ന് ഞാൻ അവരെ ഉപദേശിച്ചു. പിന്നെ 1-2 ദിവസം ഫോൺ ചെയ്യുകയൊക്കെ ചെയ്ത ആള് കുറച്ചൊന്ന് ഓക്കെ, ഇനിയൊന്ന് ഉത്സാഹിക്കണം, ചെയ്യണം, നടത്തണം, അങ്ങനെ തന്നെ ഞാനും വിചാരിക്കുന്നുള്ളൊരു ഹോപ്പ് എനിക്കും കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തരെയും അല്പം സാധുക്കളാണെന്നോ അല്ലെങ്കിൽ സമർത്ഥയല്ല, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്ന ഓരോ രീതികളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഫർണിഷ് ചെയ്തത് അവർ അധിക നാളൊന്നും അതിൽ നിന്ന് ഉപയോഗപ്പെടുത്തിയില്ല. അവർക്ക് അതിനുള്ള വരുമാനം കിട്ടിയില്ല. ആ നഷ്ടം നേടാനുള്ള സാവകാശമായില്ല. അതിനു മുമ്പ് അവരെ പിരിച്ചുവിടുമ്പോൾ ന്യായമായിട്ട് അതിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊടുത്തു വേണ്ടേ അവരെ പിരിച്ചുവിടാൻ. അത് ആ ഓണർ ചെയ്തില്ല. ആ ഓണറെ ചാക്കിട്ട് എത്രയും പെട്ടെന്ന് ആ തൊട്ടടുത്ത കടക്കാരി ആ കടമുറിയുടെ അങ്ങ് കൈക്കലാക്കി. അങ്ങനെ അവർ ആ 2 കടമുറിയിലും ഇപ്പോൾ തയ്യലുമായിട്ടിരിക്കുന്നു. ഈ കുട്ടി വിഷമിച്ചും ഇരിക്കുന്നു. ഈ ഒരു അനുഭവം ഈ ഇന്നത്തെയോ ഇന്നലത്തെയോ പത്രത്തിലും ഉണ്ട്. ഇങ്ങനെ മറ്റൊരാൾ അനുഭവിക്കുന്നത്. ഒരു സ്ഥലത്തൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നവരെ മാറാൻ പറഞ്ഞു. 6 മാസം കൂടെ സാവകാശം ചോദിച്ചു. ഈ 6 മാസം സാവകാശത്തിനകത്ത് കടയുടെ മുൻപിൽ മണ്ണടിച്ചു, കടയുടെ ഓടും ഷീറ്റും ഒക്കെ പൊളിച്ചിറക്കി. പിന്നെ കട നടത്താൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു അനുഭവം പറ്റിയ ഒരാളുടെ, ഒരു കുടുംബത്തിൻ്റെ വാർത്തയും ഞാൻ വായിക്കാനിടയായി. അപ്പോൾ നോക്കിക്കോണേ, ആളുകളെ ഏതെല്ലാം തരത്തിലാണ് ആളുകളെ ഉന്മൂലനം ചെയ്യുന്നതെന്നുള്ളതാണ്. അവിടെയും മറ്റു വേറൊരു കടക്കാരൻ്റെ അയാൾ കൂടുതൽ കൊടുക്കാമെന്നോ വാടക കൂട്ടി കൊടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ ഒരു പ്രോത്സാഹനത്തിൻ്റെ പേരിൽ നമ്മുടെ ധർമ്മവും നീതിയും മര്യാദയും ഒക്കെ മറന്നു പോകുന്നു. ശരിക്കും ഇതൊരു അനീതിയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും ഒക്കെ രേഖപ്പെടുത്തണേ. ഇതാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.